അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിന ഔ സൂറത്തുൽ മുംതഹന, ഈ അധ്യായമാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുവാൻ പോകുന്നത്. മദീനയിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത്. 13 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ ഒരധ്യായമാണ്. പക്ഷേ ധാരാളം തത്വങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ പറഞ്ഞു പോകുന്ന, ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള വിശ്വാസികളുടെ നിലപാട് വിശദീകരിക്കുന്ന അധ്യായമാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൻ്റെ പേര് അൽ മുംതഹന അല്ലെങ്കിൽ അൽ മുംതഹിന. പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥമുള്ള പദമാണത്. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, മുംതഹന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടേണ്ടവൾ. ഈ അധ്യായത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നാൽ അവളെ, അവളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത്, അത് സത്യമാണോ അല്ലേ തുടങ്ങിയ വിഷയങ്ങളെ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ആ നിലക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. മുംതഹന എന്നും മുംതഹിന എന്നുമുള്ള വ്യത്യസ്ത വായനകളുണ്ട്. അപ്പോൾ മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട 13 ആയത്തുകളുള്ള പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹനയുടെ വിശദീകരണമാണ് നാം നിർവഹിക്കുന്നത്. ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ. സത്യവിശ്വാസികളെ. ആമന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സദ്ദഖ, സത്യപ്പെടുത്തുക, വിശ്വസിക്കുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന സദ്ദഖുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ. മുഹമ്മദ് ബിൻ ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലുടനീളം യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അത് വളരെയധികം അർത്ഥവത്തായ ഒരു മഅനയാണ്. അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ. അല്ലാഹു സത്യമാണ്, അല്ലാഹു പറഞ്ഞയച്ച റസൂല് സത്യമാണ്, അല്ലാഹുവിൽ നിന്ന് റസൂലിലൂടെ നമുക്ക് ലഭിച്ച ഈ മതവും ഈ വേദഗ്രന്ഥവുമെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച ആളുകളെ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിലെടുത്ത് പ്രാവർത്തികമാക്കേണ്ടവരാണ് വിശ്വാസികൾ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ഇത്തഖദ
യത്തഖിദു ഇത്തിഖാദൻ, സ്വീകരിക്കുക, ആക്കി വെക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലാ തത്തഖിദു അദുവീ വ അദുവക്കും, എൻ്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങൾ ആക്കരുത്. ലാ തത്തഖിദു അദുവി, അദുവുൻ എന്ന് പറഞ്ഞാൽ ശത്രു, അദാവത്ത് ശത്രുത കാണിക്കുന്നവനാണ് അദുവ്, ശത്രു. അദുവി എൻ്റെ ശത്രു, വ അദുവക്കും നിങ്ങളുടെ ശത്രുവിനെയും അല്ലെങ്കിൽ ശത്രുക്കളെയും നിങ്ങൾ സ്വീകരിക്കരുത്, ആക്കി വെക്കരുത്. എന്ത്? ഔലിയാ, മിത്രങ്ങളാക്കരുത് അല്ലെങ്കിൽ സഹായികളാക്കരുത്. വലിയിൻ്റെ ജംആണ് ഔലിയ. വലിയുൻ എന്ന് പറഞ്ഞാൽ മിത്രം അല്ലെങ്കിൽ സഹായി, നാസിർ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രമാക്കരുത്. തുൽഖൂന ഇലൈഹിം, നിങ്ങൾ അവരിലേക്കിട്ടുകൊണ്ട്, അൽഖാ യുൽഖി ഇൽഖാഅൻ, നിങ്ങൾ അവരിലേക്കിട്ടുകൊണ്ട്. എന്ത്? ബിൽ മവദ്ദ, സ്നേഹം, മഹബ്ബത്ത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ മഹബ്ബത്ത്, സ്നേഹം, ഇഷ്ടം. നിങ്ങൾ അവരിലേക്ക് നിങ്ങളുടെ ഇഷ്ടം നൽകിക്കൊണ്ട്, അതാണ് ഉദ്ദേശം. നിങ്ങളുടെ ഇഷ്ടം അവർക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ അവരെ നിങ്ങളുടെ സഹായികളായി സ്വീകരിക്കരുത്. കാരണം അവർ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളാണ്. വഖദ് കഫറു, അവർ നിഷേധം കാണിച്ചിരിക്കുന്നു. കഫറ യക്ഫുറു കുഫ്റൻ വ കുഫ്റാന. വഖദ് കഫറു, അവർ നിഷേധിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്തിനെ? ബിമാ ജാഅകും മിനൽ ഹഖ്, യാതൊന്നിനെ കൊണ്ട് അവർ നിഷേധിച്ചിരിക്കുന്നു. മാ ജാഅകും, അത് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന്. ജാ എന്ന് പറഞ്ഞാൽ വരിക, യജീഉ ഈജാഅൻ വ മജീഅൻ. ബിമാ ജാഅകും മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ളതെന്തോ അതിനെ നിഷേധിച്ചവരാണവർ. ഒന്നാമത്തെ കാരണം അതാണ്. വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്. 2, യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, പുറത്താക്കുക. യുഖ്രിജൂന, അവർ പുറത്താക്കുന്നു. അർ റസൂല, ഈ ഒരു പ്രവാചകനെ. അർ റസൂൽ, ഈ ഒരു പ്രവാചകനെ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വ ഇയ്യാക്കും, നിങ്ങളെയും പുറത്താക്കുന്നു. എവിടെ നിന്ന്? നിങ്ങൾ ജനിച്ചു വളർന്ന, നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ നാട്ടിൽ നിന്ന്, അഥവാ മക്കയിൽ നിന്ന്. എന്താണ് റീസൺ? എന്താണ് കാരണം? അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, അൻ തുഅ്മിനൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ. ആമന യുഅ്മിനു ഈമാനൻ. അൻ തുഅ്മിനൂ ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ. ആരാണ് ഈ അള്ളാഹു? റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ ദൈവമായ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രവാചകനെയും പുറത്താക്കിയവരാണവർ. അങ്ങനെയുള്ള എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ഇൻ കൂന്തും ഖറജതും ജിഹാദ, ഇൻ കൂന്തും ഖറജതും, നിങ്ങൾ പുറപ്പെട്ടവരാണെങ്കിൽ. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. ഖറജതും, നിങ്ങൾ മക്കയിൽ നിന്ന് അവർ പുറത്താക്കിയപ്പോൾ നിങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ നിയ്യത്ത് എന്താണ്? ഖറജതും ജിഹാദൻ ഫീ സബീലി, എൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, സമരം, യുദ്ധം, പോരാട്ടം. ജാഹദ യുജാഹിദു, സമരം ചെയ്യുക. മുജാഹദത്തൻ വ ജിഹാദ, ജിഹാദ് ചെയ്യുക. ഇൻ കൂന്തും ഖറജതും ജിഹാദൻ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനാണ് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ.
മാത്രമല്ല വബ്തിഗാഅ മർദാതി, ഇബ്തഗ എന്ന് പറഞ്ഞാൽ തേടുക, അന്വേഷിക്കുക. യബ്തഗി ഇബ്തിഗാഅൻ വബ്തിഗാഅ മർദാതി, എൻ്റെ മർദാത്ത് അഥവാ റിള, തൃപ്തി, പ്രീതി, പൊരുത്തം, എൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ മാർഗത്തിൽ ജിഹാദ് ഉദ്ദേശിച്ചുകൊണ്ടുമാണ് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് മൈത്രി ബന്ധം പുലർത്തരുത്, അവരെ നിങ്ങൾ സഹായികളായി സ്വീകരിക്കരുത്. എങ്ങനെ? തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ അവരോട് രഹസ്യമായി സ്നേഹബന്ധം വെച്ച് പുലർത്തുക. അസറ യുസിറു ഇസ്റാറൻ, രഹസ്യമാക്കുക. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് രഹസ്യമായി സ്നേഹബന്ധമുണ്ടാക്കി നിങ്ങൾ അവരോട് സ്നേഹബന്ധം പുലർത്തരുത്. വ അന അലമു, ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അറിയുന്നു. വ അന അലമു ബിമാ അഖ്ഫൈതും, നിങ്ങൾ രഹസ്യമാക്കുന്നതിനെ. അഖ്ഫ യുഖ്ഫി ഇഖ്ഫാഅൻ, രഹസ്യമാക്കുക. അഖ്ഫ യുഖ്ഫി ഇഖ്ഫാഅൻ, രഹസ്യമാക്കുക. വ അന അലമു ബിമാ അഖ്ഫൈതും, നിങ്ങൾ രഹസ്യമാക്കുന്നത് ഞാൻ അറിയുന്നു. വമാ അഅലൻതും, നിങ്ങൾ പരസ്യമാക്കുന്നതും ഞാൻ അറിയുന്നു. അഅലന യുഅലിനു ഇഅലാനൻ, രഹസ്യമാക്കുക. വമാ അഅലൻതും, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അത് ചെയ്താൽ, മവദ്ദത്ത് കൊണ്ട് ഇസ്റാർ ചെയ്താൽ, അവരെ വലിയകളായി സ്വീകരിച്ചാൽ, ഫഅല യഫ്അലു ഫിഅലൻ വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അപ്രകാരം ചെയ്താൽ, ഫഖദ് ضل, അവൻ വഴിതെറ്റിയിരിക്കുന്നു. ضل يضل ضلالا, വഴികേടിലാവുക, വഴിതെറ്റുക. ഫഖദ് ضل സവാഅ السبيل, സവാ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള, മുസ്തഖീം. സവാഉൻ ഐ മുസ്തഖീം, മുസ്തഖീമായ അസ്സബീൽ, സബീൽ ഐ അത്വരീഖ്, വഴി. മുസ്തഖീമായ സബീലിനെ, നേരായ വഴിയിൽ നിന്ന് അയാൾ തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ ആയത്ത് വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ് ഇതിലെ തത്വം. ഇപ്രകാരമൊരു തത്വം, ഇപ്രകാരമൊരു അധ്യായം അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം ഇമാം ബുഖാരി അടക്കം ധാരാളം മുഹദ്ദിസുകൾ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ആ സ്വഹാബിയുടെ പേര് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻ. അദ്ദേഹം മുഹാജിറാണ്, ഹിജ്റ വന്ന ആളാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. മുഹാജിറാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ള സ്വഹാബിയാണ്. ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഹദീസ് മുഴുവനായി ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ കണ്ടൻറ്റ് പറയാം. ഹുദൈബിയ സന്ധി നിലനിന്നിരുന്ന ഒരു സാഹചര്യം. പക്ഷേ കരാറുകൾ നിരന്തരമായി മക്കയിലെ ആളുകൾ ലംഘിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കരാറ് ലംഘനം അധികരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ കീഴടക്കാൻ, മക്കയെ ജയിച്ചടക്കാൻ, ഫത്ഹു മക്ക, മക്കയെ കീഴടക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ തീരുമാനിക്കുകയുണ്ടായി. കാരണം സമാധാന കരാറുകളെ അവർ നിരന്തരം ലംഘിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു അറുതി വരുത്തണം, ഒരവസാനം വരുത്തണം. അതുകൊണ്ട് തന്നെ മക്കയിലെ ആളുകളെക്കാൾ എന്തുകൊണ്ടും മദീനയിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ച ഹുദൈബിയ സന്ധി കാരണം ഇസ്ലാമിലേക്ക് ധാരാളം ഗോത്രങ്ങളും ആളുകളും തുടരെ വന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്ലാനിടുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. എന്താണ് ദുആ? അള്ളാഹുവേ,
എൻ്റെ പുറപ്പാട് അവരറിയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്തിനാണ് അവർ അറിയരുതെന്ന് പറഞ്ഞത്? അവിടെ പോയി അറ്റാക്ക് ചെയ്ത്, അപ്രതീക്ഷിതമായി ഒരു അറ്റാക്ക് ചെയ്ത് അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് ഞാൻ പുറപ്പെട്ടു എന്നറിഞ്ഞാൽ അവരും ആയുധമെടുത്ത് വെയിറ്റ് ചെയ്യും. ഒരു യുദ്ധമുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം ഉദ്ദേശിക്കുന്നേയില്ല. കാരണം മക്കയെ ഒരു യുദ്ധമില്ലാതെ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. അത്രമാത്രം എണ്ണം മുസ്ലിമീങ്ങളുണ്ട്. അതുകൊണ്ടൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവർ അവരുടെ ഗർവ് കൊണ്ട് അവർ വെറുതെയെങ്കിലും ചെറുത്ത് നിൽക്കാൻ ആളുകളെ സംഘടിപ്പിക്കും. അത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഉദ്ദേശിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അവരറിയരുത്. അപ്രതീക്ഷിതമായി അവിടെ ചെല്ലുന്നു, അവരെ കീഴടക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ വിവരം മക്കയിലെ ആളുകൾ അറിയരുതേ റബ്ബേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ഇത് തൻ്റെ സഹചാരികളോട്, സഹാബികളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ സദസ്സിൽ ആരുമുണ്ടായിരുന്നു? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻ ഉണ്ടായിരുന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. കാരണം അങ്ങനെ ഒരു സംഭവം, ആ സംഭവത്തിലൂടെ മുസ്ലിമീങ്ങൾ എക്കാലഘട്ടത്തിലും സ്വീകരിക്കേണ്ടുന്ന നിയമങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ ഖദർ പ്രകാരം ആ സ്വഹാബി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലായിരുന്നെങ്കിലും ഖുറൈശികളിൽപ്പെട്ട ആളായിരുന്നില്ല. മറിച്ച് അക്കാലഘട്ടത്തിലൊരു രീതി അനുസരിച്ച് ഏത് നാട്ടിൽ നിന്ന്, ഏത് ഗോത്രത്തിൽ നിന്ന് ആളുകൾ അഭയാർത്ഥികളായി വന്നാലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ആ നാട്ടിൽ നിർത്തുന്നൊരു രീതിയുണ്ട്. അതേതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ മതി, ഈ കുടുംബം എൻ്റെ പ്രൊട്ടക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചിരുന്നു. പിന്നെ അവരാരും ഒന്നും ചെയ്യുകയില്ല. അതൊരു തരം കരാറാണ്, ഒരു തരം കരാറാണത്, കോൺട്രാക്റ്റാണത്. അതുപ്രകാരം അവർ ആ നാട്ടിലുള്ള ആളുകളായി പരിഗണിക്കപ്പെടും. അവരാരും ഉപദ്രവിക്കാനും മറ്റും പാടില്ല. സാധാരണ ആ നാട്ടുകാർക്ക് ലഭിക്കുന്ന എല്ലാ സംരക്ഷണവും അവർക്ക് കൊടുക്കണം. അങ്ങനെ പല സ്വഹാബികളുടെ കീഴിലും പല വ്യക്തികളുടെ കീഴിലും അങ്ങനെയുള്ള കുടുംബക്കാരും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മക്കക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം ഹിജറ ചെയ്ത് വന്നിട്ടുമില്ല, അദ്ദേഹമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സൈന്യം അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന് പരിക്ക് പറ്റിയാൽ സംരക്ഷിക്കാൻ ആളില്ല. മറ്റുള്ളവരൊക്കെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബക്കാരുണ്ട്, അവർ ഖുറൈശികളിൽപ്പെട്ടവരാണ്. പക്ഷേ എൻ്റെ കുടുംബത്തെ ആര് സംരക്ഷിക്കും ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ? അതുകൊണ്ട് മക്കയിലെ ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കണം, അവരുടെ വിശ്വാസം നേടിയെടുക്കണം. അവർ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും. അതിനുവേണ്ടി ഒരു പ്രത്യുപകാരം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം? ഈ വരവ് അവരെ അറിയിക്കാം. നബിയുടെ വരവ്, അള്ളാഹുവിൻ്റെ റസൂൽ രഹസ്യമായി ഇരിക്കാൻ ആഗ്രഹിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യം അദ്ദേഹം അവരെ അറിയിക്കാൻ വിചാരിച്ചു. എന്താണ്? ഇങ്ങനെ സൈന്യം വരുന്നുണ്ട്, അപ്പം നിങ്ങൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. ആ നിലക്ക് അദ്ദേഹം ആ വിവരം ഒരു സ്ത്രീയുടെ വശം കൊടുത്തയക്കുകയാണ്. ഒരു യാത്രക്കാരിയായ മക്കയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ മദീനയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു ഒരു എഴുത്ത് കൊടുത്തയക്കുകയാണ്, മക്കയിലുള്ള ആളുകളെ അറിയിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്തത് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ വിവരം അറിയിച്ചു. ഇങ്ങനൊരു എഴുത്ത് പോകുന്നുണ്ട്. അത് ഇന്ന സ്ത്രീയുടെ കയ്യിലാണുള്ളത്. അവൾ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ സ്ഥലം റൗളത്ത് ഖാഖ് എന്നാണ് പറയുന്നത്. മക്കക്കും മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. മദീനയിൽ നിന്ന് 12 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. അവിടെ ഒരു സ്ത്രീയെ കാണാം, ഒരു ലഈനയെ കാണാം, ഒരു യാത്രക്കാരിയായ സ്ത്രീയെ കാണാം. അവളുടെ കയ്യിലൊരു എഴുത്തുണ്ട്, അത് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഞാനും അന വ സുബൈർ വൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ്. കാരണം ഇവരുടെ 3 പേരുടെ കൈകളിലും കുതിര ഉണ്ടായിരുന്നു.
സ്പീഡിൽ അവിടെ എത്തണം. ഒട്ടകപ്പുറത്ത് പോയാൽ പോരാ, കുതിരപ്പുറത്ത് തന്നെ പോകണം. അതോടൊപ്പം അവളുടെ കൂടെ മറ്റാളുകളുണ്ടെങ്കിൽ ചെറുത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ നേരിടാൻ കരുത്തരുമായിരിക്കണം. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു തന്നെ മതി ഒരു 10 ആളുകൾക്കൊക്കെ. അതേപോലെ തന്നെ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് ശക്തനായ കുതിരയെ ഓട്ടിക്കുന്ന ആളും അതോടൊപ്പം ശക്തനായ പോരാളിയുമാണ്. അതേപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവർ 3 പേരെയും പറഞ്ഞയച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ആ യാത്രാസംഘത്തെ കിട്ടി. ആ പെണ്ണിനെയും അവർ കണ്ടെത്തി. അവളോട് പറഞ്ഞു, ഒരു എഴുത്ത് നിൻ്റെ കയ്യിലുണ്ട്, അത് പുറത്തെടുക്കാൻ പറഞ്ഞു. അവളുടെ ഭാണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചു. അങ്ങനെ ഒരു എഴുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ കളവ് പറയൂല, അതുകൊണ്ട് നിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വിവസ്ത്രയാക്കേണ്ടി വരും, അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, നിങ്ങൾ പോക്കിരികളാണോ, അങ്ങനെയൊക്കെ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടുണ്ടോ? അതൊക്കെ അവളുടെ അടവായിരുന്നു, അതവർക്കറിയാം. സ്വഹാബികളെടുത്ത് അതൊന്നും നടക്കില്ല. അതുകൊണ്ട് എഴുത്തെടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് തന്നെ തോന്നി ഇവർ പറഞ്ഞതുപോലെ ചെയ്യും. അവസാനം അവളുടെ മുടിക്കെട്ടിൽ നിന്ന് മുടി ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ കയറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതാണ്. പൊതുവെ ആരും പരിശോധിക്കാത്ത സ്ഥലം എന്നുള്ള നിലക്ക് ആരും കാണാതിരിക്കാൻ വേണ്ടി മുടിക്കെട്ടിൻ്റെ ഉള്ളിലാണ് സൂക്ഷിച്ചത്. അവിടെ നിന്ന് അത് പുറത്തെടുത്തപ്പോൾ അതിലുണ്ട് മിൻ ഹാത്തിബ് ഇബ്ന് അബീ ബൽതഅ ഇല അഹ്ലി മക്ക. മക്കയിലുള്ള ആളുകൾക്ക് ഹാത്തിബിൻ്റെ എഴുത്ത് അതിലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ പുറപ്പെട്ടു വരുന്നുണ്ട് തുടങ്ങിയ വിഷയങ്ങൾ അതിലുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ എഴുത്തുമായി വരികയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ വിട്ടേക്കണം, ഈ മുനാഫിഖിൻ്റെ കഴുത്ത് ഞാൻ വെട്ടും. കാരണം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വഞ്ചിച്ചിരിക്കുകയാണ്. ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തതാണ് യുദ്ധരഹസ്യം. യുദ്ധരഹസ്യങ്ങൾ അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. അങ്ങേയറ്റത്തെ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുനാഫിഖാണ്, കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ അടങ്ങ്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തുകൊണ്ടാണ്, എടുത്തു ചാടുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹവും പറഞ്ഞു, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, എൻ്റെ വിഷയത്തിൽ നിങ്ങൾ ധൃതി കാണിക്കരുത്, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. തീർച്ചയായും അത്തരം വിഷയങ്ങളിൽ വലിയ മര്യാദകൾ ലോകത്തിന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ ഉദ്ർ കേൾക്കാൻ തയ്യാറായി. സാധാരണ നിലക്ക് ഒരു ഉദ്റുമില്ല എന്ന് പറയേണ്ട വിഷയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ഭാഗം വിശദീകരിക്കാൻ പറഞ്ഞു. മാ ഹമലക അലാ മാ സനഅത, താങ്കൾ ഈ പ്രവർത്തിച്ചതിന് താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ആ സമയത്താണ് അദ്ദേഹം ഈ വിഷയങ്ങൾ പറയുന്നത്. എൻ്റെ കുടുംബക്കാരവിടെ ഉണ്ട്, പക്ഷെ അവർ ഖുറൈശികളിൽപ്പെട്ടവരല്ല, അവർ ഹലീഫുകളാണ്, അഥവാ ഈ നിലക്കുള്ളൊരു കരാറിലുള്ളവരാണ്. അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അവരെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തോടുള്ള പേഴ്സണലുള്ള സ്നേഹമാണ്, അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഒരിക്കലും തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഞാൻ അവിശ്വാസത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കുഫറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ആളുകളെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തോടുള്ള ത്വബീഅത്തിൽ, പ്രകൃതിപരമായ ഒരു മനുഷ്യന് തൻ്റെ കുടുംബത്തോട് തോന്നുന്ന ഒരു സ്നേഹത്തിനപ്പുറം കുഫാറുകളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, അവരുടെ മതത്തെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല, ഒരു കാരണവശാലും ഞാൻ നിഫാക്ക് കാണിച്ചിട്ടില്ല. മറിച്ച് ഇതാണ് കാര്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ വഹിയുള്ള പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കളവ് പറഞ്ഞാലും അല്ലെങ്കിലും റസൂലുള്ളാഹിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഉമർ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് വലാ തഖൂലു ലഹു ഇല്ലാ ഖൈറാ, ഒരു കാരണവശാലും ഇനി ഈ വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്,
നല്ലതല്ലാത്തൊരു വാക്കും അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. ഒരു കാരണവശാലും എൻ്റെ കാലഘട്ടത്തിലോ എൻ്റെ കാലശേഷമോ അദ്ദേഹം മുനാഫിക്കായിരുന്നു എന്നോ പ്രവാചകനെ ചതിക്കാൻ ശ്രമിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു സംസാരവും നിങ്ങൾ നടത്തരുത്. കാരണം അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തോട് തോന്നിയ ഒരു സ്നേഹം കൊണ്ട് ഏത് മനുഷ്യനും എന്ത് സംഭവിക്കാം? തെറ്റുപറ്റാം, അബദ്ധങ്ങൾ സംഭവിക്കാം, ദീർഘവീക്ഷണമില്ലാതെ വല്ലതും പ്രവർത്തിച്ചു പോകാം. അറിയാതെ ഒരുപാട് ആലോചിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യൂല, പെട്ടെന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തേക്കാം. അതേതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ്. അതിൽ നമുക്ക് വളരെ നല്ല ഒരു നേതൃത്വത്തിൻ്റെ അടയാളം കാണാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻ ഫദ്ദു മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ സ്വഹാബത്തിനോട് വളരെ സൗമ്യമായി പെരുമാറുന്നത്. താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ അവരൊക്കെ താങ്കളെ വിട്ടു പോകുമായിരുന്നു. അപ്പോൾ യാതൊരു നിലക്കും മറ്റുള്ളവരുടെ ഉതിറ് കേൾക്കാതെ പ്രത്യക്ഷത്തിൽ കണ്ടതനുസരിച്ച് വിധിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിക്കില്ല. പ്രവാചകൻ കേൾക്കാൻ റെഡിയാവും. നിങ്ങളുടെ പാർട്ട് വിശദീകരിക്കൂ. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ചില ഉതിറുകളുണ്ടാകും, ന്യായങ്ങളുണ്ടാകും. ആ ന്യായങ്ങൾ കേൾക്കാൻ റസൂൽ തയ്യാറായി. സത്യസന്ധമായ ന്യായങ്ങൾ റസൂലുള്ള അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യക്തികൾക്കെതിരിൽ മേലിൽ നിങ്ങൾ അത്തരം വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ച് അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുകൂടി പ്രത്യേകം നിർദ്ദേശം നൽകുകയുണ്ടായി. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്? അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കൊടുത്ത മറുപടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ച് കളഞ്ഞു. എന്താ മറുപടി? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു ഖദ് ഷഹിദ ബദ്റാ. ബദറിൽ പങ്കെടുത്ത ആളാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. വമാ യുദ്രീക്, നിനക്കെന്തറിയാം ഉമറേ, ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്രിൻ. ബദറിൽ പങ്കെടുത്ത ആളുകളിലേക്ക് അള്ളാഹു എത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ. ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ വരാനിരിക്കുന്ന പാപങ്ങൾ പോലും നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ഖതഉകൾ സംഭവിക്കാം, തെറ്റ് സംഭവിക്കാം. പക്ഷേ ഒരിക്കലും തന്നെ അവർ ഇസ്ലാമിനെ വഞ്ചിക്കുന്ന ഒരു തെറ്റ് ചെയ്യൂല, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഒരു തെറ്റ് ചെയ്യൂല, നിഫാഖിലേക്ക് പോകുന്ന ഒരു തെറ്റ് ചെയ്യൂല. അബദ്ധങ്ങൾ, വീക്ഷണങ്ങളിലും മറ്റും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാം. അതുകൊണ്ടാണ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് അള്ളാഹു പുറത്തു കൊടുക്കും. അത് ബദറിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് സ്വഹാബികളിൽ ശ്രേഷ്ഠത ഉള്ള ആളുകളെ എണ്ണുമ്പോൾ അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്നത് ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. അവർക്ക് വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഫദമഅത് ഐന ഉമർ, ഉമറിൻ്റെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ടൊഴുകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ആ പ്രത്യക്ഷത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഈ മഹായാഥാർത്ഥ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് ഒരിക്കലും മുനാഫിഖ് എന്ന് പറയാനോ ഇസ്ലാമിനെ വഞ്ചിച്ചു എന്ന് പറയാനോ പാടില്ല. അവരുടെ ഉദറുകൾ, അവരുടെ തെറ്റുകൾ, അവരുടെ അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഉമറെ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒരാളും ആവർത്തിക്കാൻ പാടില്ലാത്തതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യമായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലാ തത്തഖിദു അദുവി വ അദുവക്കും ഔലിയാ, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ. അഥവാ ആ വേർഡ് ശരിക്കും മനസ്സിലാക്കണം. എന്താണ് അവിശ്വാസികളെ എന്ന് പറയുന്നതിനേക്കാൾ അദുവി വ അദുവക്കും, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കൾ, അവർ ശത്രുക്കളായി നിലകൊള്ളുന്നു. അവരോട് നിങ്ങൾ മൈത്രീബന്ധം പുലർത്തി, സ്നേഹബന്ധം പുലർത്തി, അവരോട് സ്നേഹമിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ പെരുമാറരുത്. കാരണം ഒന്ന്, വഖദ് കഫറൂ ബിമാ ജാഅക്കും മിനൽ ഹഖ്, ഇത് തന്നെ മതി ഏറ്റവും പ്രധാനം. സത്യവുമായി അള്ളാഹു അയച്ച
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവരാണവർ, ഖുർആനിനെ നിഷേധിച്ചവരാണവർ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിച്ചവരാണവർ. കാരണം ഒരാൾ അങ്ങേയറ്റം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ മറ്റൊരാൾ പറയുകയാണെന്ത് അത് കള്ളപ്രവാചകനാണ്, തെറ്റായ പ്രവാചകനാണ്, ഈ ആശയം തെറ്റാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നല്ല ബോധമുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ആ വ്യക്തിയോട് ആദർശപരമായ ഒരു സ്നേഹമോ മൈത്രി ബന്ധമോ പുലർത്താനേ കഴിയില്ല. അപ്പോൾ ഏകനായ അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിനെയും പരലോകത്തെയും നിഷേധിക്കുന്ന ആളുകളോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തരുത്, അവരെ നിങ്ങൾ സഹായികളായി സ്വീകരിക്കരുത്. ഇനി അവർ വിശ്വസിക്കുന്നില്ല എന്നത് മാത്രമാണോ കാരണം? അല്ല, മറിച്ച് അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താണത്? യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, നിങ്ങളെയും റസൂലിനെയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ അക്രമികളാണവർ. കാരണം ഏതൊരു വ്യക്തിയും ജനിച്ചു വളർന്ന നാട് തുല്യ അവകാശമാണ് എല്ലാവർക്കും. ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും അവനവൻ വിശ്വസിച്ചതനുസരിച്ച് പ്രവർത്തിക്കട്ടെ. പക്ഷേ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ സ്വത്തുക്കളിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയ ആളുകളോട് പിന്നെ നിങ്ങൾ രഹസ്യമായി സ്നേഹബന്ധം പുലർത്തുകയും ഇസ്ലാമിൻ്റെ രഹസ്യങ്ങളൊക്കെ അവരുമായി പങ്കുവെക്കുകയും അങ്ങനെ ഇസ്ലാമിനെ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ പാടില്ല. ഇത് ഏത് രാഷ്ട്രങ്ങളുടെയും തത്വമാണ്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഏതെങ്കിലും ഒരു സോൾജിയർ, ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ എതിർപക്ഷത്തെ പട്ടാളക്കാരനുമായോ മറ്റോ ഏതെങ്കിലും നിലക്കുള്ള രഹസ്യമായ ഒരു ഇടപാടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രവും അതിനെ കൊലപാതകത്തിന് മാത്രം കാരണമായിത്തീരുന്ന എന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടാവുന്ന കുറ്റകൃത്യമായിട്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും കാണുന്നത്. അത് മതമുള്ള രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, മതമില്ലാത്ത രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ളത് യുദ്ധകുറ്റമായിട്ടാണ്, വളരെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു രഹസ്യം പകർന്നു കൊടുക്കാൻ മാത്രമുള്ളൊരു സ്നേഹബന്ധം അവിടെ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഇവിടെ പറഞ്ഞത് അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ. എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്നാണ്. ഇല്ലെങ്കിൽ അബൂജഹലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അബൂലഹബും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഉത്ബയും ഷൈബയുമൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിൽ മുഹമ്മദ് നബിയും സഹാബികളും വിശ്വസിച്ചാൽ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മറിച്ച് വിഷയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്നുകൂടി വിശ്വസിക്കണം. അതിലൂടെ മറ്റു വ്യാജദൈവങ്ങളെയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന തൗഹീദിൻ്റെ ആദർശം നിങ്ങൾ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. പരിശുദ്ധ ഖുർആനിൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. മാത്രമല്ല ഈ ഒരു മൈത്രി ബന്ധവും സ്നേഹബന്ധവും നിങ്ങൾക്ക് പാടില്ലാത്തതിൻ്റെ മറ്റൊരു കാരണം, നിങ്ങൾ അവരുമായി യുദ്ധത്തിലാണ്. യൂകൂത്തും ഖറജ്തും ജിഹാദൻ ഫീ സബീലി, എൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടവരാണ് നിങ്ങൾ. വബ്തിഗാഅ മർദാതി, എൻ്റെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട്. സൂറത്തുൽ ഹശറിൽ നമ്മൾ പഠിച്ചില്ലേ, മുഹാജിറുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൻ്റെ ഔദാര്യവും റബ്ബിൻ്റെ പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ മക്കയിൽ നിന്ന് പുറത്തു വന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വബ്തിഗാഅ മർദാതി. ഇങ്ങനെയൊക്കെ ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്നു, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം, രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ രഹസ്യമായി, അതാണ് അതൊന്നുകൂടി വ്യക്തമാക്കിയത്, തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ രഹസ്യമായി ഈ ഒരു മവദ്ദത്ത് പ്രകടിപ്പിക്കുകയാണോ? ഈ ഒരു മവദ്ദത്ത് നിങ്ങൾ കാണിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതാണ് പുറത്ത് കാണിക്കാതെ ഉള്ളിലൂടെ, അത് ചാരപ്പണിയാണ്. അത്തരം രീതികൾ പാടില്ല, അത് വലിയ അപകടമാണ്. വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലൻതും, നിങ്ങൾ
മറച്ചു വെക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ താക്കീത് നൽകുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കുഫറിൽ നിന്ന് ഷിർക്കിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ആ കുഫറിനോടൊരു ഇഷ്ടം ഉണ്ടാവരുത്. അത് തൗഹീദിനെതിരാണ്. ആ കുഫറിനോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവരുത്. ആ നിഫാഖിനോട്, ആ ഷിർക്കിനോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവരുത്. അതിൻ്റെ വക്താക്കളോട് നിങ്ങൾ ഇസ്ലാമിനെ അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്നേഹബന്ധം വെച്ച് പുലർത്താനും പാടില്ല. വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഖദ് ളല്ല സവാ അസ്സബീൽ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അയാൾ തെറ്റിപ്പോയിരിക്കും. എന്നാൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഒരിക്കലും ഈ ആയത്തിൽ പറഞ്ഞ രൂപത്തിൽ അല്ല ചെയ്തത്. അതുകൊണ്ടാണ് ഉദറുണ്ടായത്. മറിച്ച് അദ്ദേഹം തന്നെ വ്യക്തമാക്കി, എനിക്കവരോട് യാതൊരു ഇഷ്ടവുമില്ല. എനിക്ക് കുഫറിനോടും ഇഷ്ടമല്ല, ഷിർക്കിനോടും ഇഷ്ടമല്ല, എനിക്ക് ഇസ്ലാമിനോടാണ് ഇഷ്ടം. ഞാനിത് പ്രകൃതിപരമായിട്ടുണ്ടാവുന്നൊരു സ്നേഹമുണ്ടല്ലോ നബിയെ, ആ അർത്ഥത്തിൽ എൻ്റെ കുടുംബത്തോടൊരു സ്നേഹം തോന്നിയപ്പോൾ ചെയ്തതാണ്. അത് രണ്ടും രണ്ടാണ് എന്ന് റസൂലുള്ള വ്യക്തമാക്കി തരികയാണ്. ഇല്ലായിരുന്നെങ്കിൽ അത്തരമൊരു സ്നേഹം പോലും ഇസ്ലാമെന്ന് പുറത്തു പോകുന്നൊരു തെറ്റായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സദഖ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാതെ നിങ്ങൾ പറയരുത്. ഒരിക്കലും അത് നിഫാഖിലേക്കെത്തുന്ന, കുഫറിലേക്കെത്തുന്ന, ഷിർക്കിലേക്കെത്തുന്ന ഒരു വിഷയമല്ല. അതേ സമയത്ത് ഈ രൂപത്തിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും അവരോട് സ്നേഹബന്ധം, കുഫറിനോടും ഷിർക്കിനോടും സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് ഒരു നിലക്കും പാടില്ലാത്തതാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ യസ്ഖഫൂക്കും, മറ്റൊരു കാരണം ഈ യസ്ഖഫൂക്കും, അവർ നിങ്ങളെ കണ്ടാൽ, സഖിഫ യസ്ഖഫു സഖഫൻ, സഖിഫ എന്ന് പറഞ്ഞാൽ വജദ, കണ്ടെത്തിയാൽ. ഈ യസ്ഖഫൂക്കും, അവർ നിങ്ങളെ കാണുമ്പോൾ, യകൂനു ലക്കും അഅദാഅൻ, അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. അഥവാ വിശ്വാസികളെ കാണുമ്പോഴേക്ക് ശത്രുത, മുസ്ലിമിൻ്റെ പേര് പറയുമ്പോഴേക്ക് ശത്രുത, ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ കാണുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്ന ഹൃദയമുള്ളവർ, അവരെ ഒരു കാരണവശാലും മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. ഒരു സംശയം അതിലില്ല. യകൂനു ലക്കും അഅദാഅൻ, അപ്പോൾ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. തീർന്നില്ല. വയബ്സുതു ഇലൈക്കും ഐദിയഹും വഅൽസിനതഹും, ബസത യബ്സുതു ബസ്തൻ, വയബ്സുതു ഇലൈക്കും, നിങ്ങളിലേക്ക് അവർ നീട്ടും. എന്തൊക്കെ? ഐദിയഹും, അവരുടെ കൈകൾ, അവരുടെ കൈകളെയും, യദിൻ്റെ ജംആണ് ഐദി. ഐദിയഹും വഅൽസിനതഹും, ലിസാനിൻ്റെ ജംആണ് അൽസിന, നാവുകൾ. നിങ്ങളെ കണ്ടാൽ നാവ് കൊണ്ടും കൈകൾ കൊണ്ടും അവർ നിങ്ങളോട് ശത്രുത പ്രഖ്യാപിക്കും. അൽസിനതഹും ബിസ്സൂ, ഏറ്റവും മോശമായ രൂപത്തിൽ അവർ അവരുടെ നാവ് ഉപയോഗിക്കും. മുസ്ലിമീങ്ങൾക്കെതിരിൽ ഏറ്റവും മോശമായ രൂപത്തിൽ അവരവരുടെ കൈകളും ഉപയോഗിക്കും. വവദ്ദു, മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നു. വദ്ദ യവദ്ദു വുദ്ദൻ, അവർ ആഗ്രഹിക്കുന്നു. ലൗ തക്ഫുറൂൻ, നിങ്ങളും കാഫറുകളായിരുന്നെങ്കിൽ എന്ന്. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിനെ ഉപേക്ഷിച്ച്, ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിങ്ങൾ കാഫറുകളായി തീർന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളുടെ പ്രത്യേകത ഒന്ന്, അവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കും. അങ്ങനെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അജണ്ടയുമായി നടക്കുന്ന ഒരാളെ സഹായിയായി രഹസ്യമായ അത്തരം ആളുകളോട് സ്നേഹബന്ധം വെച്ച് പുലർത്താൻ പാടില്ല. അതേപോലെ നിങ്ങളെ കാണുന്നിടത്ത് വെച്ച് തന്നെ അവർ നിങ്ങളോടുള്ള അരിശം പ്രകടിപ്പിക്കും. ഒന്നുകിൽ നാവ് കൊണ്ട് പരമാവധി ഉപദ്രവിക്കും, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് പരമാവധി ഉപദ്രവിക്കും. അതാണ് ഈ യസ്ഖഫൂക്കും യകൂനു ലക്കും അഅദാ, നിങ്ങളെ കാണുമ്പോഴേക്ക് അവർ ആ ശത്രുത പ്രകടിപ്പിക്കും. വയബ്സുതു ഇലൈക്കും ഐദീഹും, നിങ്ങളിലേക്ക് അവരുടെ കൈകൾ അവർ നീട്ടും. അൽസിനത്തഹും, അവരുടെ നാവുകളെയും. ബിസ്സൂ, വളരെ മോശമായി. മാത്രമല്ല വവദ്ദൂ ലൗ തക്ഫുറൂൻ, നിങ്ങൾ തിരിച്ച് ഇസ്ലാമിൽ നിന്ന് തിരിച്ച് കുഫറിലേക്ക്, ഷിർക്കിലേക്ക് പോകണമെന്ന് അവരാഗ്രഹിക്കും. കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അവർ ആദർശപരമായ അറ്റാക്ക് നടത്തും. ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവർ
ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബബന്ധത്തിൻ്റെ പേരിലോ മറ്റു ബന്ധങ്ങളുടെ പേരിലോ ഈ നിലപാട് സ്വീകരിക്കുന്നവൻ ആരാണെങ്കിലും, നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ പിതാവോ പുത്രനോ നിങ്ങളുടെ കുടുംബക്കാരോ ആര് തന്നെയാകട്ടെ, അവരോട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തരുത്. കാരണം ഒരു നിലക്കും മൈത്രി ബന്ധത്തിനോ സ്നേഹബന്ധം പുലർത്താനോ അർഹതയില്ലാത്ത ആളുകളാണവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുടുംബത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് നിങ്ങളങ്ങനെ ചെയ്താൽ ലൻ തൻഫഅക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. നഫഅ യൻഫഉ നഫഅൻ ലൻ തൻഫഅക്കും അർഹാമുക്കും, റഹിമിൻ്റെ ജംആണ് അർഹാം. നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. വല ഔലാദുക്കും, നിങ്ങളുടെ മക്കളും ഉപകാരപ്പെടൂല. വലതിൻ്റെ ജംആണ് ഔലാദ്. സ്വന്തം മക്കളും കുടുംബക്കാരും നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. എവിടെ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, പരലോകത്ത് ഈ ബന്ധങ്ങളൊന്നും ഉപകാരപ്പെടൂല. യഫ്സിലു ബൈനക്കും ഫസല യഫ്സിലു ഫസ്ല, യഫ്സിലു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അള്ളാഹു വേർതിരിക്കും. മുസ്ലിമിങ്ങളെ വേറെ, അമുസ്ലിമിനെ വേറെ, മുശ്രിക്കിനെ വേറെ, മുഅ്മിനിനെ വേറെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിങ്ങൾ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും നിങ്ങളെ വേർതിരിക്കും. ഫല അൻസാബ ബൈനഹും യൗമഇദിൻ, ഖിയാമത്ത് നാളിൽ കുടുംബബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളേ ഇല്ല, ആരും പരിഗണിക്കുക പോലുമില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ദുനിയാവിൽ അള്ളാഹു വെച്ചൊരു സംവിധാനം മാത്രമാണത്. ആ ഇബാദത്തിനത് തടസ്സമാകുമ്പോൾ പിന്നെ ആ ബന്ധത്തിന് പ്രസക്തിയില്ല എന്നാണ്. ആ ബന്ധത്തിന് പിന്നെ പ്രസക്തിയില്ല. യഫ്സിലു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അള്ളാഹു വേർതിരിക്കുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. വല്ലാഹു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ബസീറുൻ, കണ്ടറിയുന്നവനാണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തി പ്രവാചകന് അപകടമുണ്ടാക്കുന്ന, മുസ്ലിം സൊസൈറ്റിക്ക് അപകടമുണ്ടാക്കുന്ന, ഇസ്ലാമിക രാഷ്ട്രത്തിന് അപകടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്നേഹബന്ധം, മൈത്രിബന്ധം നിങ്ങൾ അവരോട് ഒരിക്കലും വെച്ചു പുലർത്തരുത് എന്നാണ് ഈ 3 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ കാരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ വിധിവിലക്കുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.